നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്ര ജാതർക്ക് ജൂൺ മാസം ആദ്യവാരങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും ഉണ്ടാകാം. നല്ല രീതിയിൽ കർമ്മരംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീവ്ര പരിശ്രമം നടത്തുന്നതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലെത്തണമെന്നില്ല. ധനനഷ്ടങ്ങൾ, ഇച്ഛാഭംഗം, മനോമാന്ദ്യം, അലച്ചിൽ, യാത്രാക്ലേശം ഇവയൊക്കെ അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ മാനസികമായി തളർത്തുന്നതായി കാണുന്നു. ഏതു കാര്യത്തിലും വളരെ നന്നായി ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക. സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു. പലവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതിനും ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കാൻ സാധ്യതയുള്ളതിനാലും ജൂൺ മാസം വളരെ ശ്രദ്ധിക്കുന്നത് നന്ന്. പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്ത് ഏതുവിധത്തിലും തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്നതായാണ് കാണുന്നത്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ചില അസ്വസ്ഥതകളോ കലഹങ്ങളോ ഉണ്ടായേക്കാം. സംഭാഷണങ്ങളിൽ സംയമനവും മിതത്വവും ഗുണം ചെയ്യുന്നതാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. പഠനത്തിന്, ജോലിക്കു വേണ്ടി വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ കാര്യസിദ്ധി കാണുന്നു. വ്യാപാര വാണിജ്യ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ കൈവരുന്നതാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം സാധ്യമാകുന്നു. ഗൃഹനിർമ്മാണം നടത്തുന്നവരാണെങ്കിൽ അതിവ്യയമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പങ്കാളിത്ത വ്യവസ്ഥയിൽ കച്ചവടം നടത്തുന്നവരും വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. വീട്ടമ്മമാരായ സ്ത്രീകൾ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട സമയമാണ്. ജൂൺ മാസം അവസാനത്തോടെ നിങ്ങൾക്ക് ചില അപ്രതീക്ഷിത രോഗക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ അനാരോഗ്യാവസ്ഥ തരണം ചെയ്യുവാൻ സാധിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്ര ജാതർക്ക് തങ്ങളുടെ അടുപ്പക്കാരിൽ നിന്ന് ദുഷ്പ്രചരണം കേൾക്കുവാനുള്ള യോഗം കാണുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ മൂത്രസംബന്ധമായോ ആർത്തവവുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിൽ അതീവ ക്ലേശങ്ങളാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതർക്ക് കാണുന്നത്. കുറച്ച് വൈകിട്ടാണെങ്കിലും തൊഴിലന്വേഷിക്കുന്നവർക്ക് ജോലി സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രണയബന്ധങ്ങൾ തകർന്നേക്കാം. ജോലിയുള്ളവർക്കാണെങ്കിൽ ഉന്നത സ്ഥാനലബ്ധിക്ക് യോഗമുണ്ട്. അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിൽ ശ്രേയസ്, കീർത്തി എന്നിവ വർദ്ധിക്കുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ കുടുംബസൗഖ്യം, സാമ്പത്തിക പുരോഗതി, സന്താനങ്ങൾക്ക് ഉന്നതി, കർമ്മത്തിൽ അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. സന്താനഭാഗ്യം കുറച്ച് വൈകിയാണെങ്കിലും പ്രാപ്തമാകുന്നു. ഈശ്വരാധീനം കൊണ്ടും യഥാവിധി ചെയ്യുന്ന ദോഷശാന്തി കൊണ്ടും സന്താന സൗഭാഗ്യവും സന്താന ശ്രേയസ്സും ഉള്ളതായാണ് കാണുന്നത്. സ്വന്തമായി ബിസിനസ് ചെയ്യുവാൻ സാധ്യത, ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുവാനുമുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി വേർപിരിയുവാനുള്ള സാധ്യത കാണുന്നതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുകയും വേണ്ടുന്ന ദോഷനിവൃത്തികൾ ചെയ്യേണ്ടതും അഭിലഷണീയവും എന്നാൽ അനിവാര്യവുമാണ്. സമൂഹത്തിൽ അർഹമായ സ്ഥാനങ്ങൾക്ക് സാധ്യത. കൃഷിയിൽ നിന്നും ഓഹരി ബിസിനസ്സിൽ നിന്നും ലാഭം കിട്ടുന്നതാണ്. പണവും പ്രശസ്തിയും കൈവരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് തീരുമാനമെടുക്കാൻ നല്ല സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ. വിവാഹിതർക്കാണെങ്കിൽ തങ്ങളുടെ സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാപിതാക്കളും മാതൃപിതൃ സ്ഥാനത്തുള്ളവരും കുറച്ച് ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അതുപോലെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കേണ്ട സമയമാണ്.
ഗതാഗതവുമായി ബന്ധപ്പെട്ട കർമ്മരംഗത്തുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ. ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുക. ശത്രുക്കൾക്ക് മേൽ അന്തിമ വിജയം നേടുന്നവരാണ് നിങ്ങൾ. ദൂരദേശങ്ങളിലും വിദേശത്ത് ഉള്ളവർക്കും ജോലി നഷ്ടപ്പെടുവാനോ ജോലി മാറ്റത്തിന് ഉള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നു. ഗൃഹത്തിലെ പൊതുവെ എല്ലാ അംഗങ്ങൾക്കും തന്നെ ആരോഗ്യ ഗുണം, മനസ്സന്തോഷം, ജോലിയിൽ അഭിവൃദ്ധി, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉന്നത വിജയം പ്രാപ്തമാകുന്നു. ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടായേക്കാം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ല സമയമാണ്. യശസ്സ്, കീർത്തി, പൊതുജന പിന്തുണ എന്നിവ പ്രാപ്തമായി കാണുന്നു. യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത ഉള്ളതിനാൽ നല്ല കരുതൽ ആവശ്യമാണ്. വരവിൽ കവിഞ്ഞ ചിലവ് വരാതെ ശ്രദ്ധിക്കണം. ദുർവ്യയം പൂർണ്ണമായും ഉപേക്ഷിക്കണം. സ്വയം തൊഴിൽ, ബിസിനസ്, ഭൂമി, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാനിടയുണ്ട്. കല, സാഹിത്യം, സിനിമാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കാകട്ടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ വളരെ അനുകൂലവും സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം എന്നിവ പ്രാപ്തവുമായി കാണുന്നു. എന്നാൽ തന്നെയും അപകീർത്തി, ദുഷ്പേര് എന്നിവ കാണുന്നതിനാൽ മറ്റുള്ളവരുമായി ഉള്ള പെരുമാറ്റത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ബന്ധുക്കളുമായുള്ള സഹകരണം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരസ്ഥാനീയരുമായി ഉള്ള സഹകരണത്തിലൂടെ വിവിധങ്ങളായ കാര്യങ്ങളിൽ മനസ്സമാധാനവും സന്തോഷവും അനുഭവപ്പെടുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള കർമ്മദോഷങ്ങളാലും ജന്മദോഷങ്ങളാലുമുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഒഴിവാക്കുവാനും വേണ്ടുന്നത് ചെയ്യുന്നത് അഭിലഷണീയമായ കാര്യമാണ്. വിഘ്നേശ്വര ക്ഷേത്ര ദർശനം നടത്തി തേങ്ങ ഉടയ്ക്കുന്നതും നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെയും വന്നു ചേർന്നിട്ടുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുന്നു. കൂടാതെ ജാതിമതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ പോയി സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.